കോട്ടയം തിരുവാറ്റയിൽ കടയ്ക്ക് മുമ്പിൽ വണ്ടി പാർക്ക് ചെയ്തതുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ദിവസം ഒരു യുവതിയെ വണ്ടി ഇടിപ്പിച്ച് തെറിപ്പിക്കാൻ ശ്രമിച്ചു എന്നൊരു വീഡിയോ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടായിരുന്നു. എന്തായാലും ആ ഒരു വാഹനത്തിൻ്റെ ഉടമ തന്നെ ഇപ്പോൾ ജാഗ്രത ന്യൂസിനോട് ചേരുന്നുണ്ട്. എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് അദ്ദേഹത്തോട് തന്നെ അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാം. അത് ഞാൻ അവരുടെ എനിക്കിപ്പോൾ ഈ ചായപ്പൊടിയൊക്കെ കടകളിൽ കൊടുക്കുന്ന ഒരു പരിപാടിയാണ് എനിക്കുള്ളത്. ഇപ്പം ഇവരുടെ കടയുടെ അപ്പുറത്തൊരു ചായക്കട ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ആ ചായക്കടയിൽ ചായ കൊടുക്കാൻ വേണ്ടി ഞാൻ പോയതാണ്. അപ്പം ഞാൻ അവിടെ ഇവരുടെ കടയുടെ ഫ്രണ്ടിലാണ് ആദ്യമേ വണ്ടി ഇട്ട്. ഇവരുടെ കടയുടെ കറക്റ്റ് ഫ്രണ്ടിലാണ് ആദ്യമേ വണ്ടി ഇട്ട്. അപ്പോൾ എൻ്റെ താ ചേച്ചി പറഞ്ഞ് ഇവിടെ വണ്ടി ഇടാൻ പറ്റത്തില്ല, കുറച്ച് മാറ്റിടാൻ പറയാം. അപ്പം ഞാൻ വണ്ടി കുറച്ച് റിവേഴ്സ് എടുത്ത് ഞാൻ ഇട്ട് ഞാൻ. അപ്പം ഈ ചായക്കടയുടെ ഇവരുടെ ഈ തുണിക്കടയുടെ ഇടയ്ക്കായിട്ട് കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു. ഇവരുടെ ഈ രണ്ട് കട നടുക്കായിട്ടാണ് ഞാൻ ആ വണ്ടി ഞാൻ ഇട്ടിട്ട് ഞാൻ. അപ്പോൾ അവരുടെ കടയായിട്ട് നല്ലപോലെ വ്യത്യാസം ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ അത് അവരുടെ കടയുടെ ആ ഒരു കോമ്പൗണ്ട് അകത്തല്ല, ആ ഒരു റോഡ് സൈഡിലൊരു കോൺക്രീറ്റ് പോലെ സംഭവമുണ്ട്. അതിൻ്റെ പൊക്കത്താണ് ഞാൻ വണ്ടി ഇട്ടിട്ട് ഞാൻ. അപ്പോൾ അവർ പറഞ്ഞ് ഇടാൻ പറ്റത്തില്ല വണ്ടി, അങ്ങനെ ഞങ്ങൾക്ക് കസ്റ്റമർ വരാൻ നേരത്ത് കയറാൻ പാടാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ചേച്ചി ഇപ്പോൾ എനിക്കിപ്പോൾ 1 മിനിറ്റത്തെ കാര്യമുള്ള കടയിൽ കൊണ്ട് ചായപ്പ് കൊടുക്കേണ്ട കാര്യമുള്ളതുകൊണ്ട് ഇപ്പം തന്നെ വണ്ടി കൊണ്ടുകൊള്ളാന്ന് പറഞ്ഞു. അപ്പോൾ ആ ചേച്ചി പറഞ്ഞു ഞാനൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല, ഇവിടുന്ന് വണ്ടി ഇടാൻ പറ്റത്തില്ല, ഇവിടുന്ന് വണ്ടി എടുത്ത് മാറ്റാൻ പറയും. അപ്പോൾ ആണെങ്കിൽ ഞാനൊന്നും മിണ്ടാതെ അവിടെ ഞാൻ പോയിട്ട് അവിടുത്തെ കടയിൽ കയറി ഞാൻ ചായപ്പൊടി വേണമെന്ന് അവിടുത്തെ സംസാരിച്ച് വന്നപ്പോൾ ഈ ചേച്ചി എൻ്റെ വണ്ടിക്കകത്ത് കയറിയിട്ട് എൻ്റെ വണ്ടിയുടെ ബിൽ ബുക്ക് ഉണ്ടായിരുന്നു. ബിൽ ബുക്ക് എടുത്ത് പുള്ളിക്കാരത്തി കടയുടെ അകത്തോട്ട് പോയി. അപ്പോൾ ഈ ബിൽ ബുക്കും വാങ്ങിക്കാൻ വേണ്ടിയാണ് ഞാൻ കടയുടെ ഉള്ളിൽ കയറിയത്. ഉള്ളിൽ കയറിയ സമയത്ത് ഈ ചേച്ചിയും ഈ ചേച്ചിയുടെ മകളൂടെ എൻ്റെ നേരെ ചോടായിക്കൊണ്ട് വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ബിൽ ബുക്ക് വേണ്ട, നിങ്ങൾ എടുത്തോളാൻ പറഞ്ഞാൽ അവിടെ ഞാൻ ഇറങ്ങി ഞാൻ വണ്ടി സ്റ്റാർട്ടാക്കാൻ വേണ്ടി പോയപ്പോൾ ഇവർ 2 പേരോടെ വന്ന് വണ്ടിയുടെ ഫ്രണ്ടിൽ വന്ന് നിന്ന് വണ്ടി ഇവരും മാറാൻ വേണ്ടിയാണ് ഞാൻ വണ്ടി പെട്ടെന്ന് ഞാൻ സ്റ്റാർട്ടാക്കി എടുത്തുകൊണ്ടേ പോയത്. ഇപ്പോൾ ഇവർ പെട്ടെന്ന് മാറിയില്ല. ഇവർ അതെ ആ വൈപ്പറെ തന്നെ തൂങ്ങി നിൽക്കുമായിരുന്നു. എന്നുവെച്ചാൽ എൻ്റെ വണ്ടിക്ക് സെൻസറിനെ വെച്ച് കംപ്ലൈൻ്റ് ആയതുകൊണ്ട് വണ്ടി അധികം സ്പീഡിൽ പോകത്തില്ല. ഒരു 20 കിലോമീറ്ററൊക്കെ വണ്ടി സ്പീഡിൽ പോകത്തുള്ളൂ വണ്ടി. അപ്പോൾ അങ്ങനെ ഒരു ഇങ്ങനെ ബാക്കോട്ട് ഇങ്ങനെ നമുക്ക് കാലുകൊണ്ട് ഇങ്ങനെ നടന്ന് പോകാനുള്ള ആ ഒരു സ്പീഡിലാണ് വണ്ടിയുള്ളത്. പിന്നെ അതുമല്ല വണ്ടിക്ക് അധികം ലോഡും ഉള്ളതാണ്. ലോഡിലുള്ള വണ്ടി അധികം വലിക്കത്തുമില്ല. എന്നായിരുന്നു ചേട്ടാ ഈ ഒരു സംഭവം നടക്കുന്നത്? ഇത് ഇന്നലെയായിരുന്നു. ഇന്നലെ ഒരു 6 മണി 6:15 ആയ ആ ഒരു സമയത്തായിരുന്നു. പിന്നെ അവരുമായിട്ട് ബന്ധപ്പെടാനോ അല്ലെങ്കിൽ ഇങ്ങനത്തെ നമ്മളെ വീഡിയോ CCTV ദൃശ്യങ്ങളൊക്കെ കണ്ടായിരുന്നു പിന്നീട്? എനിക്കൊരു എൻ്റെ വൈഫ് ഇപ്പോൾ എനിക്ക് അയച്ചു തന്നാണ്. ഇപ്പോഴാണ് അത് കാണുന്നത്. ഞാൻ നിയമപരമായിട്ടോ അങ്ങനെ എന്തെങ്കിലും നോക്കുന്നുണ്ടോ, അതോ നമ്മൾ ഈ ഒരു വിഷയം അവിടുത്തെ ആ ചേച്ചി എൻ്റെ മുഖത്തുകൊണ്ട് അടിച്ചായിരുന്നു. പുള്ളിക്കാരുടെ നാങ്ങോണ്ട് മതിപ്പറിച്ചാണ് ഇതൊക്കെ കാണുന്നത്. പിന്നെ അവിടുത്തെ നാട്ടുകാർ കൂടി തന്നെ എൻ്റെ ഇടിച്ചായിരുന്നു. 2 പേരെ കൂടി തന്നെ ഇടിച്ചായിരുന്നു. സത്യാവസ്ഥ അറിയാതാണ് ഇങ്ങനെ നമ്മൾ എന്തെങ്കിലും നിയമപരമായിട്ട് മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അതോ ഉണ്ട്.